ചില ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഫ്രാങ്ക് കാപ്രിയോ എന്ന് പറയുന്ന ഒരു ജഡ്ജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അമേരിക്കയിലെ കോടതിയിലെ ഒരു ജഡ്ജായിരുന്ന ഫ്രാങ്ക് കാപ്രിയോ, അദ്ദേഹം ഒരു ജഡ്ജിയായിരുന്നു. കുറ്റമറ്റ രീതിയിൽ തൻ്റെ മുൻപിലേക്ക് വരുന്ന കേസുകൾ വാദിക്കാനും അതിന് പരിഹാരം കാണാനുമാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: അദ്ദേഹം മറ്റുള്ളവരോട് ആർദ്രത കാട്ടി. ഒരു ജഡ്ജ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ ആളുകളോട് ആർദ്രത കാട്ടിയതുകൊണ്ട് അദ്ദേഹത്തെ ലോകം വിളിച്ചത് ഏറ്റവും ആർദ്രതയുള്ള ജഡ്ജ് എന്നാണ്. ഒരു ന്യായാധിപതി. കുറ്റം വിധിച്ചിട്ട് ചിലർക്കൊക്കെ ഫൈൻ അടയ്ക്കാൻ പണമില്ലെങ്കിൽ അദ്ദേഹം പറയും, ആ പണം ഞാൻ അടച്ചുകൊള്ളാം, അതിൻ്റെ ആ തെറ്റ് അതെത്രയാണോ അത് ഇത്രയും കുറച്ച് ഞാൻ തരാം. അങ്ങനെ മറ്റുള്ളവരോട് ആർദ്രത കാണിച്ചതുകൊണ്ട് ഫ്രാങ്ക് കാപ്രിയോ ലോകത്തിൽ പ്രസിദ്ധനായി. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ലോകം മുഴുവൻ ആഘോഷിച്ചു. കാരണം ഒരു ജഡ്ജി എന്ന് പറയുമ്പോൾ ഭീമാകാരനായിരിക്കുന്ന, കർക്കശക്കാരനായിരിക്കുന്ന ആണെന്നൊരു ധാരണയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ആർദ്രതയുള്ള, ദയയുള്ള, മനസ്സിലുള്ള നല്ലൊരു ഹൃദയത്തിനുടമയാണ് ഫ്രാങ്ക് കാപ്രിയോ എന്ന് ലോകത്തിന് മുമ്പിൽ താൻ തെളിയിച്ചു കൊടുത്തു. അതിന് കാരണം ഇതായിരുന്നു: താൻ വളർന്നു വന്ന സാഹചര്യമാണ്. പാലുകൊണ്ട് വിറ്റ് ചെറിയ പ്രായത്തിൽ പിതാവിനോടൊപ്പം ജോലി ചെയ്ത് പഠിച്ചു വന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും തിരിച്ചറിയാനുള്ളൊരു ഹൃദയം തനിക്ക് അന്നേ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താൻ പഠിച്ചുയർന്നു വന്നപ്പോൾ ഒരു ന്യായാധിപതി എന്ന നിലയിൽ കാർക്കശ്യത്തോടെ വിധിന്യായങ്ങൾ കൽപ്പിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ആർദ്രത കാണിക്കാനും അദ്ദേഹം കൂടുതൽ ഉത്സാഹം കാണിച്ചു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല മേഖലയിൽ പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരാണ്. നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് ദയ കാണിക്കാനും ആർദ്രത കാണിക്കാനും നിശ്ചയമായിട്ട് നമുക്ക് കഴിയും. ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു അധ്യാപികയായി ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ അല്പം സമയം സഹായിക്കാൻ കഴിയത്തില്ലേ? ആശുപത്രിയിൽ കൊടുക്കാൻ പണമില്ലാത്ത ഒരാളെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നിശ്ചയമായിട്ടും കഴിയും. ഒരു വാഹനത്തിലെ ഒരു കണ്ടക്ടറോ ഡ്രൈവറോ ആയിരിക്കും. നിങ്ങൾക്കും ചില ഇളവുകൾ ചെയ്തു കൊടുത്ത് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോയിൽ ഇപ്രകാരം കണ്ടു: ക്യാൻസർ രോഗികൾക്ക് ഈ ഓട്ടോയിൽ യാത്ര സൗജന്യമാണ്. നോക്കി, ആ മനുഷ്യൻ്റെ മനസ്സെത്ര വലുതാണെന്ന് നോക്കി. അത് തിരിച്ചറിയാനുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആർദ്രത കാണിക്കാൻ, സഹായിക്കാൻ, ദയ കാണിക്കാൻ, നിങ്ങൾ ഏത് വലിയ ജോലിയിലാണെങ്കിലും, ഒരു ജഡ്ജിയെക്കാളും ഉയർന്നൊരു പോസ്റ്റില്ലല്ലോ. ഏതൊരു കാര്യത്തിനും വിധിന്യായം കൽപ്പിക്കുന്ന ആളാണ് ജഡ്ജി. അദ്ദേഹം പോലും ആർദ്രത കാണിച്ചെങ്കിൽ നിങ്ങൾക്കും കഴിയും ആർദ്രത കാണിക്കാൻ. സ്നേഹാർദ്രമായ ഒരു സംസാരത്തിന് അല്പം ഇളവുകൾ ചെയ്തു കൊടുക്കാൻ, ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, എല്ലാം നമുക്ക് കഴിയുന്ന ഇത് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞ് ആർക്കും ആരുടെ ഇളവുകൾ വേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹായിക്കാൻ നമുക്ക് ഒന്ന് മനസ്സ് വയ്ക്കാം. പ്രസന്നതയോടെ പറ, ഇന്ന് എൻ്റെ ജോലിയിൽ, എൻ്റെ പ്രവർത്തന മേഖലയിൽ ആരെങ്കിലുമൊക്കെ ഞാൻ സ്നേഹത്തോടും സഹതാപത്തോടും ഇടപെടും. എന്തുകൊണ്ട് ഒരല്പം ആർദ്രത കാണിച്ച് അല്പം കൂടെ ആളുകളെ ഒന്ന് സഹായിച്ചുകൂടാ? ഒരു വാഹനം ഓടിക്കുന്ന ആളല്ലേ, എന്തുകൊണ്ട് അല്പം കൂടെ ശ്രദ്ധയോടെ ഒന്ന് വാഹനം ഓടിച്ചുകൂടാ? അതെ, ആർദ്രത കാണിക്കാൻ ദൈവം ഒരു ദിവസം കൂടെ തരികയാണ്. സഹായിക്കാൻ, സ്നേഹിക്കാൻ നമുക്കൊരുമിച്ച് കർത്താവിനോട് നിൽക്കാം. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.